അറിഞ്ഞ നിമിഷം മുതൽ ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നിടം വരെ എത്രത്തോളം ആളുകൾ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്? എങ്ങനെയൊക്കെ ആയാലും ഒരു ദിവസം ഒരു 100-നടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. ഈ 3 ദിവസം കൊണ്ട് തന്നെ ഒരു 10-300 പേരോളം എന്നെ സമീപിച്ചു. അത് ഞാനിത് ഒരു കൊല്ലത്തേക്ക് ഫിക്സ്ഡായിട്ട് ഇട്ടിട്ട് അതിൽ നിന്നെടുത്തൊരു വരുമാനം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം നിങ്ങൾക്ക് കിട്ടുന്നതാണോ നല്ലത്, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചെറിയൊരു എമൗണ്ട് വീതിച്ച് തരുന്നത് വെച്ചാൽ ഒരു 80% ആൾക്കാരും അങ്ങനെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് വന്നത്. ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടുള്ളവർ തന്നെയാണ് വരുന്നത്. നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ നമ്പറിൻ്റെ ഒരു ക്രമം വരും. എന്ന് വെച്ചാൽ ആദ്യം ചിലപ്പം 10,000 തുടങ്ങുന്നത് വെച്ചാൽ 10 തുടങ്ങുന്ന നമ്പർ തിരുവനന്തപുരം, 20 തുടങ്ങുന്നത് കൊല്ലവും, അങ്ങനെ സ്റ്റെപ്പായിട്ടായിരിക്കും കൊടുക്കുന്നത്. പൊതുജനത്തിന് വേണ്ടി കൊടുത്തതിന് ഇൻട്രസ്റ്റ് ഇടുന്ന മൊത്തം പൈസയും പൊതുജനങ്ങൾക്ക് കൊടുക്കാനാണ്. അത് പാവപ്പെട്ടവർക്ക്, പണക്കാർക്കൊന്നും നമ്മൾ കൊടുക്കത്തില്ല. താഴെ തട്ടി കിടക്കുന്ന ആരാന്ന് വെച്ചാൽ അത് സഹഭാരതി വഴി അവർ കൊടുക്കും. അവരാണ് അവരെ തീരുമാനിക്കുന്നത് കൊടുക്കുന്നത്. എൻ്റെ ഇന്ന് ലോട്ടറി എടുത്തതിനകത്തൊന്നും നഷ്ടങ്ങൾ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് മിനിമം 50,000, 10,000, 5,000 ആ റേഞ്ചിൽ ഇങ്ങനെ എപ്പോഴും സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നഷ്ടങ്ങളുടെ കണക്കാട്ട് വരുന്നതില്ല. നമുക്കിപ്പം ജീവിച്ച് പോകുന്ന രീതിയിലങ്ങ് ജീവിച്ച് പോകണമെന്നുള്ള, ഇനി നമുക്ക് വലിയ ആഡംബരമായിട്ട് ജീവിച്ച് പോകണമെന്നല്ല. നേരത്തെ എനിക്ക് ലോട്ടറി ഒരു നമ്പറിന് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അന്ന് തൊട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വാശി എന്നുള്ള രീതിയിൽ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗ്യം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ഇത് അടിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷകളുണ്ട്. അങ്ങനെ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയും, ഈ ലോട്ടറി എടുക്കണം, നിനക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത്. നമസ്കാരം. ഇത്തവണത്തെ പൂജാ ബമ്പറായ 12 കോടി കിട്ടിയിരിക്കുന്ന ഭാഗ്യവാൻ എൻ്റെ നാട്ടുകാരനാണ്, കരുനാഗപ്പള്ളിക്കാരനാണ്. ദിനേഷ് കുമാർ എന്നാണ് പേര്. കൊച്ചിയിൽ നിന്ന് ഞാനിപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ നാട്ടുകാരനാണെങ്കിലും ഒരു 6-7 കിലോമീറ്റർ അകലെയാണ്. ഈ കാണുന്നതാണ് ദിനേഷ് കുമാറിൻ്റെ വീട്. അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ ലോട്ടറി കിട്ടിയതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ അദ്ദേഹം ഈ ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതൊന്നും അദ്ദേഹത്തിന് പുതുമയല്ല. ദിനേഷ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. എല്ലാവിധ ആശംസകൾ. ആദ്യമേ എൻ്റെ നാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ വീട് മാമ്പഴ ക്ഷേത്രത്തിനടുത്താണ്. അപ്പം ദിനേഷ് ഏട്ടാ, ഈ 12 കോടി കിട്ടി. അപ്പം താങ്കൾ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞു ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ അറിഞ്ഞ നിമിഷം മുതൽ ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നിടം വരെ എത്രത്തോളം ആളുകൾ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്? എങ്ങനെയൊക്കെ ആയാലും ഒരു ദിവസം ഒരു 100-നടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. ഈ 3 ദിവസം കൊണ്ട് തന്നെ ഒരു 10-300 പേരോളം എന്നെ സമീപിച്ചു കഴിഞ്ഞു. പിന്നെ വാട്സാപ്പ് വഴി, മെസ്സഞ്ചർ വഴി ഒക്കെ കോളുകൾ വരുന്നുണ്ട്. എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ആൾക്കാർ വരുന്നവരെ എല്ലാം നമ്മൾ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആരും പ്രാവാതെ നല്ല മനസ്സോടെ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇത് വളരെ സന്തോഷമുണ്ട്. നേരത്തെയൊക്കെ ലോട്ടറി അടിച്ചവർ പറയുന്ന ഒരു താമസം മാറിപ്പോയി വാടകയ്ക്ക് താമസിച്ച് ഒരു പ്രാവി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാം സന്തോഷത്തോടെയാണ് തിരിച്ചു മടങ്ങുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്നത് തൊടി പഞ്ചായത്തിലാണ്. തൊടി പഞ്ചായത്തിലോളം ഏകദേശം 25,000 ജനങ്ങൾ പാർക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഈ കാണുന്ന വേലിയുടെ അപ്പുറം കാണുന്ന തഴവ പഞ്ചായത്താണ്, എന്നുവെച്ചാൽ ചേട്ടൻ്റെയൊക്കെ പഞ്ചായത്ത്. അവിടെ ഒരു 25,000 പേരോളം താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്കിൽ തന്നെ കുലശേഖരപുരം പഞ്ചായത്ത്, ഓച്ചറ പഞ്ചായത്ത്, ക്ലാപ്പന പഞ്ചായത്ത്, കരുനാഗപ്പള്ളി നഗരസഭ, കോഴിക്കോട് പഞ്ചായത്ത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ശൂരനാട് തുടങ്ങുകയാണ് കുന്നത്തൂർ താലൂക്കിൻ്റെ. അവിടെ നമുക്ക് ആളുകളുണ്ട്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ കാമ്പശ്ശേരി മുക്ക് തുടങ്ങുന്നു. ഇവിടെ എല്ലാം വള്ളികുന്നം തുടങ്ങുകയാണ്. ഇതെല്ലാം നമുക്ക് തൊട്ടടുത്ത് അറിയുന്നതും ഇവരെല്ലാവരും നമ്മളെ അറിയുന്നതും നിരന്തരം കാണുന്ന ആൾക്കാരാണ്. അന്നേരം ഞാൻ ഇവരോടൊക്കെ പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ വെച്ച് വരുന്നവർക്കെല്ലാം തരാമെന്നുണ്ടെങ്കിൽ ഈ പൈസകൾ മൊത്തം തീർന്നു പോകും. അത് ഞാനിത് ഒരു കൊല്ലത്തേക്ക് ഫിക്സ്ഡായിട്ട് ഇട്ടിട്ട് അതിൽ നിന്നെടുത്തൊരു വരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം നിങ്ങൾക്ക് കിട്ടുന്നതാണോ നല്ലത്, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചെറിയൊരു എമൗണ്ട് വീതിച്ച് തരുന്നത് വെച്ചാൽ ഒരു 80% ആൾക്കാരും അങ്ങനെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് വന്നത്. ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടുള്ളവർ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇത് ഇങ്ങനെ എടുക്കുന്നിടത്തോട്ട് ഓടിപ്പോയി എങ്ങനെയെങ്കിലും ഇത് കൈക്കലാക്കും. അത് അവരെ നമുക്ക് കാണുമ്പോഴും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഈ സാമ്പത്തിക ഫീൽഡും ഇതൊക്കെ നിന്നുകൊണ്ട് അവരെ കാണുമ്പോൾ അറിയാം, ബുദ്ധിമുട്ടുള്ളവരെ കാണുമ്പോൾ അറിയാം, അല്ല പറ്റിച്ച് മേടിക്കാൻ പറ്റുന്നവരെ കാണുമ്പോഴും അറിയാം. ഞാൻ മാധ്യമങ്ങളിൽ കൂടി കേട്ടതാണ് താങ്കൾ ഈ സഹായം ചെയ്യുന്നത് സേവാഭാരതി വഴിയായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സേവാഭാരതിയോട് ഇത്ര വലിയൊരു വിശ്വാസം? സേവാഭാരതിയുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സുനാമി വന്ന സമയത്ത് അവരുടെ പ്രവർത്തനം കണ്ട് ആ ഒരു ഇത് കിട്ടി. അവരുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് എന്ന് വെച്ചാൽ യാതൊരുവിധ ഒരു പ്രതിഫലവും പറ്റാതെ മാസങ്ങളോളം അവർ കിടന്ന് പ്രവർത്തിക്കുന്നു. പ്രളയം അത് കഴിഞ്ഞ് ഞാനുൾപ്പെടെയുള്ള അത് സുനാമിയിലും ഞാൻ പങ്കെടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ ഇവിടെ തൊട്ടടുത്താണ് പ്രളയ സമയത്ത്
നിരന്തരം വീടുകൾ പള്ളികൾ എല്ലാം വൃത്തിയാക്കുന്ന എല്ലാം ഞാൻ നിരന്തരം പോയി തുച്ഛമായ ദൂരമേ ഉള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് പോയി കാണാവുന്ന ദൂരമേ ഉള്ളൂ. അവിടെ എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ വീഗാലാൻഡിൻ്റെ മുതലാളി തന്നെ 1000 വീടോളം സേവാഭാരതി ഏൽപ്പിച്ചെന്നുള്ള ന്യൂസ് ഞാൻ കേട്ട്. പിന്നെ വേറെ ഒരു കോളേജിലെ പ്രൊഫസർ ഏക്കർ കണക്കിന് വസ്തുക്കൾ സേവാഭാരതി, എന്നിട്ട് ഞാൻ ഇത് സേവാഭാരതിയെ പറ്റി കൂടുതലായി തിരക്കി അന്വേഷിക്കുകയും കൂടുതൽ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നതാണ്. മോഹൻലാലിൻ്റെ ഒരു സംഘടനയുടെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവർ. അന്നേരം അവരെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ബെറ്ററായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കക്ഷിക്കാരന് സേവാഭാരതിയെ ഒരു 5 ലക്ഷം രൂപ ഏൽപ്പിച്ചപ്പം തന്നെ അവരുടെ പ്രവർത്തകരെല്ലാം അവിടെ ചേർന്നുകൊണ്ട് തന്നെ ഒരു 10-14 ലക്ഷം രൂപ എല്ലാ വീട് തീരത്തില്ല. അന്നേരം അവരുടെ കയ്യിലുള്ള കാർപ്പൻ്റർ, മേശിരിമാർ, പ്ലംബർമാർ ഇവരെല്ലാം അവിടെ വന്ന് സേവനമായി ചെയ്തു കൊടുത്തപ്പോൾ അവർ വലിയ വീട് തീർന്നു. അന്നേരം അങ്ങനെ ഒരു മാൻ പവറോട് അവർ കാണിക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടി പ്രയോജനം കിട്ടും. അതുകൊണ്ടാണ് അവരെ ഏൽപ്പിക്കാവുന്നത്. പിന്നെ നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന ഞാൻ ലോട്ടറി അന്ന് തന്നെ പറഞ്ഞതാണ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ 2 പഞ്ചായത്തിലും സേവാഭാരതിക്ക് മേടിച്ചു കൊടുക്കുകയും അതിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ കർമ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാണ്. ഈ വലിയ തുകയാകുമെന്ന് സർക്കാർ പറഞ്ഞതിനെ തുടർന്നാണ് 75,000 രൂപയോളം ഇത് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചു. ഇപ്പം കേന്ദ്രത്തിന് കൊടുത്ത ഒരു റിപ്പോർട്ടിലും അങ്ങനെ കിടക്കുന്നതാണ്. അത്രയും ഒരു വലിയൊരു മരണം സംഭവിച്ച വീട്ടിൽ അതുകൂടെ താങ്ങാൻ പറ്റും. ചിലപ്പോൾ രോഗം വന്നായിരിക്കും, അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ ചിലവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വലിയ ഒരു പ്രതിസന്ധി നിൽക്കുകയാണെന്നവർക്ക് അവർക്കതൊരു സഹായമായിക്കോട്ടെ എന്ന് ചൊല്ലിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചത്. പിന്നീട് അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ രോഗികളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഞാൻ അവരോടെയും പറയുന്നതിൻ്റെ കാര്യം, നിങ്ങളെ മൊത്തം ചികിത്സിക്കാനുള്ള പൈസ എന്ന് കഴിഞ്ഞാൽ 10-12 പേരെ ചികിത്സിക്കുമ്പോഴത്തേന് ഈ സ്ഥലങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഈ 2 പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ചാണ് ഞാൻ പറയുന്നത്. അവരെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലോ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ സൗജന്യമായി ആംബുലൻസ് മേടിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതും സേവാഭാരതി വരികയായിരിക്കും. ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയൊരു വീട്, അവിടെ തൊട്ടടുത്ത് വലിയൊരു തൊഴുത്തൊക്കെ കാണുന്നുണ്ട്. ചേട്ടൻ എന്താണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈ ലോട്ടറി എടുത്ത് കഴിഞ്ഞപ്പോൾ താങ്കളിപ്പോൾ പൊലീഷനായി, ഇതിനു മുമ്പ് എന്തായിരുന്നു താങ്കളുടെ ജീവിതം, എന്തൊക്കെയായിരുന്നു ജോലി? ഞാൻ ഇങ്ങനെ സാധാരണക്കാരൻ്റെ കൂട്ട് തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു പടം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പടത്തിൻ്റെ പേര് മടമ്പിന്നോ മടമ്പിയാണെന്നോ അങ്ങനെന്തോ ഒരു പടമാണെന്ന് തോന്നി. ചെറിയ ഫിനാൻസ് നടത്തുന്ന ഒരു ചേട്ടനും ട്യൂട്ടോറി പഠിപ്പിക്കുന്ന ഒരു അനിയനും ആ ഒരു കഥയായിട്ട് സാമീപ്യമുള്ളൊരു ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകും. അത് ഞാൻ നേരത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കഥയായിട്ട് നല്ല സാമ്യമുണ്ട്. ഇന്നിപ്പം എന്നെ പലരും ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. അങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കഥാപാത്രം ചെയ്ത രീതിയിൽ തന്നെയാണ് സഹായങ്ങൾ ചെയ്യുന്നതും. കാവ്യമാധവന് ഒരു ബാങ്കിലെ ജോലിക്കാരിയായിട്ട് വരുന്നതൊക്കെ ഒരു വിഷയം ഉണ്ടാകുന്നൊരു ചിത്രമുണ്ടല്ലോ, അതേപോലെ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ പറയുന്നത്. എന്തൊക്കെ സഹായങ്ങളായിരുന്നു ഇതിനു മുമ്പ്, ഈ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ നമ്മുടെ കൂട്ടുകാർക്കും ഈ പരിസരത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു കല്യാണം ആവശ്യം, പെൺകുട്ടിയുടെ കല്യാണം ആവശ്യം, ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്കിൻ്റെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ. ഒരു സാധാരണക്കാരനും 50 പവനും 100 പവനും ഒക്കെ ആയിട്ടാണ് അയക്കുന്നത്. നല്ല സ്ത്രീധനം കിട്ടും. അതൊക്കെ ഞാൻ ഗൾഫിൽ നേരത്തെ നിന്നുണ്ട്. അതൊക്കെ കേൾക്കും, കരുനാഗപ്പള്ളി ഒന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ അവരൊക്കെ പറയും. ഈ സമയത്ത് അവർക്ക് എന്നാണെങ്കിൽ ഇതിനുള്ള സ്വർണ്ണം എടുക്കാനുള്ള ഫണ്ടുകളില്ലാതെ വരും. ഈ സ്വാഭാവികമായും നമ്മുടെ കരുനാഗപ്പള്ളി ഓണാട്ടുകാര ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ സ്വീകരണം എന്ന് പറയുന്ന തലേന്ന് പരിപാടി നാട്ടുകാരോട് ചേർന്നൊരു എമൗണ്ട് കൊടുക്കും, വലിയ എമൗണ്ടായി മാറും. അന്നേരം ഇത് നമ്മൾ സ്വർണ്ണം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ അത് എടുത്ത് വെക്കണമല്ലോ. അന്നേരം നമ്മൾ അതിന് വേണ്ടി സൗജന്യമായി പൈസ കൊടുക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ അത് കഴിയുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടിയ പൈസ ആയിരിക്കും. പലിശയ്ക്കല്ല, അല്ലല്ല, ഇതൊക്കെ സേവനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കല്യാണത്തിന് പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ അന്ന് ലോട്ടറിയുടെ അതേ ഓഫീസിലേക്ക് വന്നതൊക്കെ. അതൊക്കെ സേവനമായിട്ട് അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെ സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് തരാതിരുന്നവരും ഉണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് വിഷമങ്ങളൊന്നും ഇല്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് തരുന്നവരുണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പം വിളിക്കുന്നുണ്ട്, പൈസ തിരിച്ച് തരും, ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. കാശ് തരാത്തവരും ഇപ്പോൾ എന്നെ പലരും വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കാശ് തരും, ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് തരാൻ, ഞാൻ കെറിയിക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കറിയാം ആ പൈസ തന്നു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് കെറുവ് ആരുടെയും വിദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തിയല്ലെന്നുള്ള കാര്യം ഈ നാട്ടുകാർക്കറിയാം. ഗൾഫിൽ എന്തായിരുന്നു ജോലി? ഗൾഫിൽ ഞാൻ ട്രെയിലറിനകത്തെ ഡ്രൈവറായിരുന്നു, റെഡിമിക്സ് കമ്പനിയിലായിരുന്നു. ഞാൻ കൊച്ചുനാൾ തൊട്ടേ ഹെവി വണ്ടികളുണ്ട്. നമുക്കിവിടെ നേരത്തെ ഇഷ്ടിക കമ്പനിയായിരുന്നു അച്ഛന്. 6-7 ടിപ്പറും അങ്ങനെയുള്ള വണ്ടികളും എർത്ത് വർക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനൊക്കെ അറിയാമായിരുന്നു. ഗൾഫിലൊന്ന് പോകുന്നൊക്കെ അപ്പോഴത്തേനെ ഇവിടെ ബിസിനസ് നോക്കാൻ അച്ഛനെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ 2 കൊല്ലത്തെ വിസയുടെ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് ബിസിനസ്സാണ്? ഇഷ്ടിക കമ്പനിയായിരുന്നു. ഇഷ്ടിക കമ്പനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ചെളി എടുക്കുന്ന മെറ്റീരിയൽ വിഷയം വന്നു. ഖനന മേഖലയിൽ വയലുകൾ കുഴിക്കരുത് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ആ പരിപാടി നിർത്തിവെച്ചിട്ട് നമ്മൾ ഫാമിലേക്ക് തിരിഞ്ഞു. എന്ന് വെച്ചാൽ വസ്തുക്കൾ തോനെ ഉണ്ടായിരുന്നു. വസ്തുക്കൾ തോനെയുള്ള സ്ഥലത്തെല്ലാം
പുൽകൃഷി ചെയ്തുകൊണ്ട് പശു ഫാമിലേക്കും ബ്രോയിലർ കോഴിയിലേക്കും പോയി. ബ്രോയിലർ കോഴിയെ വളർത്തി നമ്മൾ കട്ടിംഗ് ഒന്നുമില്ല, ഹോൾസെയിലായിട്ട് വേറെ ആൾക്കാർക്ക് അങ്ങ് കൊടുക്കുന്ന പരിപാടിയിലേക്കായിരുന്നു. അങ്ങനെ ബിസിനസ്സൊക്കെ നടത്തിയാണ് പോയത്. നടത്തി പോവുകയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം സാമ്പത്തിക ഇടപാടും സാമ്പത്തികവും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും നമ്മൾ സാമ്പത്തികം ഇല്ല എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രായം ചെന്നവരും നമ്മളോട്ട് ബന്ധമുള്ളവരൊക്കെ നമ്മുടെ കൈ വെച്ചിട്ട് പറയും, മോനെ എന്തായാലും മരുന്നിന് തന്നാൽ മതി, ഇതാർക്കെങ്കിലും കൊടുത്ത് അവരുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സിനിമയുടെ കാര്യം പറഞ്ഞത്. വലിയൊരു വീടാണ്. ഇത്രയും വലിപ്പത്തിൽ വീട് പണിയാനുള്ള കാര്യം എന്താ? ഇത് വലിപ്പം ഉണ്ടെങ്കിലും ഇത് വില വളരെ ചിലവ് കുറച്ചാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ശാസ്താംകോട്ട സ്കൂളുണ്ട്, ശുദ്ധജല തടാകം ഉണ്ടല്ലോ ശാസ്താംകോട്ട, അവിടെ ഒരു സ്കൂൾ പൊളിച്ചപ്പോൾ ഇതിൻ്റെ ഓട് മൊത്തത്തിൽ നമ്മളെടുത്തത്. പിന്നെ കാരൂക്കട സ്കൂള് മൊത്തത്തിൽ പൊളിച്ച് നമ്മൾ എടുക്കുന്നതിൻ്റെ കൊട്ടേഷൻ നമ്മൾ പിടിച്ച് നമുക്കത് ഉപയോഗമില്ല, ഓട് മാത്രം ഒറ്റ സൈസ് ഓടുണ്ടെങ്കിൽ മാത്രമേ ഇത് എല്ലാം ഒറ്റ ലെവലിൽ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഓടിനകത്താണ് ചെയ്തേക്കുന്നത്. നല്ല ലാഭകരമായാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു ഓടിന് ഏകദേശം 3 രൂപ സ്ക്വയർ ഫീറ്റ് വില വരുന്നത്. നമ്മളല്ല ഷീറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡാലിയത്തിൻ്റെ ഷീറ്റിനൊക്കെ 80 രൂപ മേളിൽ വില വരുന്നത്. അത് തന്നെ വലിയ ലാഭമാണ്. പിന്നെ ട്രഡീഷണലായിട്ടൊരു പഴമ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ പുതിയ കണ്ടംപററി സ്റ്റൈലൊക്കെ ആണെങ്കിൽ വെയിലും മഴയും കൊള്ളുമ്പോൾ അത് പൊട്ടലും ഇതൊക്കെ ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴത്തേനും വീട് അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു മോഡൽ മാറുന്നതനുസരിച്ച് പഴമ തോന്നിക്കാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ എന്നും ഒരു പഴമയിൽ തന്നെ നിൽക്കും. പഴമയോട് അത്രയും ഇഷ്ടം. പഴമയോട് അത്രയും പശു ഇത് കണ്ടില്ല, ഇവിടെ നമ്മൾ തറയോട് ഒന്നും ഇട്ടിട്ടില്ല, നാച്ചുറലായിട്ടുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതെന്താണ് ഇവിടെ കുട്ടികൾ ചെണ്ട പഠിക്കുകയാണ്. ചെണ്ട ഒരു കഥകളിയുടെയും കേളിയുടെയും തായമ്പക അങ്ങനെയുള്ള നമ്മുടെ തൃശ്ശൂർ പൂരം മോഡലുള്ള മേളങ്ങൾ പഠിക്കുകയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? ഇത് അല്ല, ഞാനല്ല പഠിപ്പിക്കുന്നത്. എൻ്റെ മോന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് പഠിത്തം തുടങ്ങി. പിന്നീട് ബാക്കിയുള്ള കുട്ടികളെല്ലാം അവിടെ വന്ന് ഇവിടെ വലിയൊരു കൂട്ടായ്മയായി മാറിയത്. ഇതേപോലെ മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. മോടെ ഇപ്പം 29-ാം തീയതി ആണെങ്കിൽ എറണാകുളത്ത് വെച്ച് ദിവ്യാവുണ്ണി പങ്കെടുക്കുന്ന വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. വലിയ പരിപാടിയാണത്. ഇവരും വലിയ കുട്ടികളൊക്കെ വലിയ ഹാപ്പിയിലാണ്. പിള്ളേരുടെ വാടകയാണോ എങ്ങനെയാണ്? ഒന്നുമില്ല, ഇവിടെ വന്ന് പഠിക്കുക, ആശാന് കൊടുക്കേണ്ട ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് പഠിച്ചുകൊണ്ട് പോകും. ഈ കുട്ടികളെല്ലാം ഇവിടെ വന്നിരിക്കുന്നു എല്ലാം സൗജന്യമായിട്ട് കൊടുത്തേക്കും. സൗജന്യമായിട്ട് കൊടുത്തേക്ക്. ഫീസ് മാത്രം കൊടുത്ത് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോകാം. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതെപ്പോഴും പറയും, ഇതുവരെയ്ക്കും എനിക്ക് കുട്ടികളെ മാറിയിട്ടില്ലെന്ന് സമൂഹത്തിലുള്ളവർ പറയും. സത്യം പറഞ്ഞാൽ ഇത് അർഹതപ്പെട്ട കയ്യിൽ തന്നെയാണ് ഈ ഒരു സമ്മാനം എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ നേരത്തെ തന്നെ പലരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അച്ഛനുണ്ട്, ഭാര്യയുണ്ട്. നമുക്ക് അവരോട് കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ദിനേഷ് കുമാറിൻ്റെ അച്ഛനുണ്ട് ഇവിടെ. നമസ്കാരം അച്ഛാ. മകനൊരു കോടീശ്വരനായി, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നമുക്ക് സന്തോഷമല്ലേ. എന്ന് വെച്ചാൽ ഇത് പൊതുജനത്തിന് വേണ്ടി കൊടുക്കാൻ, ഇതിന് ഇൻഡസ്ട്രി ഇടുന്ന മൊത്തം പൈസയും പൊതുജനങ്ങൾക്ക് കൊടുക്കാനാണ്. അത് പാവപ്പെട്ടവർക്ക്, പണക്കാർക്കൊന്നും നമ്മളെ കൊടുക്കത്തില്ല. വെറും താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം. നമ്മൾ നേരത്തെ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അന്ന് നമുക്ക് വേറെ വിചാരിച്ചായിരുന്നു, അന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഇന്നും നമ്മളത് തുടർന്ന് പോകാൻ വേണ്ടി ഇത് ഫണ്ട് അവിടെ കിടക്കും. മുതലിത് ആർക്കും കൊടുക്കത്തില്ല. അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്ത് പാവത്തുങ്ങൾക്ക് അവർക്ക് ആ താഴെ തട്ടി കിടക്കുന്ന ആരാന്ന് വെച്ചാൽ അത് സേവഭാരതി വഴി അവർ കൊടുക്കും. അവരാണ് അവരെ കൊടുക്കുന്നവർ. അപ്പോൾ നമ്മൾ ആർക്കും കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. അത് അവരെ ഏൽപ്പിക്കും. അവർ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തുടർന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മുടെ അടുത്ത തലമുറക്കാരും കൊച്ചുങ്ങൾക്ക് വേണ്ടി ഈ പൈസ ഇങ്ങനെ കിടക്കും. അല്ലാതെ നമ്മളെടുത്ത് അല്ലാതെ വരുന്നവർക്ക് അവർ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ നമ്മുടെ ഇല്ല. ഈ ഫണ്ട് എടുത്തിട്ട് സർക്കാരിന് അടയ്ക്കേണ്ട പൈസ സർക്കാരിന് അടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ, അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് പൈസ എന്തുണ്ടോ അത് പൊതുജനത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ മുമ്പോട്ട് പോവുക. ഇത് വേണ്ടി ഇത് കൊടുത്തോണ്ടിരിക്കും. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പം ആരെങ്കിലും പാവപ്പെട്ട പെൺപിള്ളേർ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ലോകത്തിലെ ഇപ്പോൾ നടന്ന കല്യാണം നടന്നുകൊണ്ട് ആർക്കെങ്കിലും 2-3 കൊടുക്കാണ്ട്, അതോ 10 പേർക്ക് കൊടുക്കാണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാൻ. അതല്ല ഭൂമി ഇല്ലാത്തവർക്ക് ഒരു 3 സെൻറ്റ് ഭൂമി മേടിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഗ്രഹമുണ്ട്. അതും നമുക്ക് ദൈവം അങ്ങനെ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ മേടിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയൊക്കെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് പേരെങ്ങനെയാണ്? രശ്മി. ഒരു കോടീശ്വരന്റെ ഭാര്യയാണ്. അവരെ അഹങ്കാരമുണ്ടോ? ഇല്ലില്ല. ഒരുപാട് ഇതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പം സഹായം ചോദിച്ചു വരുന്നുണ്ട്. എന്തൊക്കെ സഹായം ചോദിച്ചാണ് ഇവരൊക്കെ എത്തുന്നത്? ഇപ്പം വീട് ജപ്തിയാണ്, പിന്നെ മകൾക്ക് വയ്യ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ്. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്? ഒരു ദൂരെ തിരുവനന്തപുരം, പാല, ചെങ്ങന്നൂർ, പിന്നെ ഇന്ന് വന്ന അരൂര്, പത്തനംതിട്ട, അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഈ
വരുന്നവരുടെയൊക്കെ എന്താ നിങ്ങൾ എഴുതി വെക്കും പേരൊക്കെ? പേരെഴുതി വെക്കും. ഇതുവരെ നമ്മൾ ഫണ്ട് വന്നില്ലല്ലോ, അന്നേരം പറഞ്ഞു 5-6 മാസം എടുക്കും ഇത് വരാൻ. വന്നു കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിച്ചാൽ മതി. പിന്നെ ഏട്ടൻ പറയുന്നത് വെച്ചാൽ നേരിട്ട് എമൗണ്ട് കൊടുക്കത്തില്ല, സേവാഭാരതി വഴിയാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കുടുംബശ്രീ കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലില്ല. എന്താണ് ഇവിടെ എന്താ എന്തെങ്കിലും സംഘടനയിലുണ്ടോ? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടുകാരികളൊക്കെ കാണുമല്ലോ. ഈ ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ എന്താ പറഞ്ഞേ വന്നത്? കൂട്ടുകാരികൾക്ക് എല്ലാം സന്തോഷമായി. വിളിക്കാത്ത ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ച്. സഹായം ചോദിച്ചു അവരൊക്കെ? ഇല്ല, സഹായമൊന്നും ചോദിച്ചില്ല. എല്ലാവർക്കും നല്ല സന്തോഷമായെന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ പറയുന്ന പോലെ ഈ അർഹതപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ സഹായം നൽകണമെന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പം നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ കണ്ടത് ഇവിടെ കുറച്ച് തടികളൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചപ്പോഴേ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ചെണ്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഈ സ്ഥലം പോലും സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത്. ഇത്രയും കുട്ടികൾ അവിടെ ഈ മേളം പഠിപ്പിക്കുന്ന ആശാനുണ്ട്. ഈ കുട്ടികളെല്ലാം ഇവിടെ ഇരുന്ന് പരിശീലിക്കുകയാണ്. സൗജന്യമായിട്ട് ഈ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ നേരത്തെ മാലുമേൽ ക്ഷേത്രത്തിലായിരുന്നു ഇവർ ഈ ചെണ്ടമേളമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ പശുക്കൾ കാണുന്നുണ്ട്. ഈ പശു ഒക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പശുക്കളല്ല. ഫാം ഇവിടെ അല്ല. ഫാം നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, 10-20 കിലോമീറ്ററോളം ദൂരമുണ്ട്. പശുക്കൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ സുഹൃത്തുക്കൾക്കും പാൽ കൊടുക്കാൻ വേണ്ടി, അത്യാവശ്യം നല്ല പാൽ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിർത്തിയേക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇതറിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ആരാണ് വിളിച്ചത്? ഇല്ലല്ല, സർക്കാരിൻ്റെ ആരും അങ്ങനെ വിളിക്കത്തില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ബാങ്കുകാരാണ് കൂടുതലും വന്നേക്കുന്നത്. പിന്നെ സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ സഹായത്തിന് വേണ്ടി, അല്ലാതെ സർക്കാരിൽ നിന്നും ആരും വിളിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ലോട്ടറി ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്, നേരെ ലോട്ടറി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അതിനകത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ 45 ദിവസത്തിനകത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ലോട്ടറി ഓഫീസിൽ തിരക്കാൻ പറയുന്നത് ചിലപ്പം ഒരു 6 മാസം വരെയൊക്കെ പോകാനും സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പോലിരിക്കുമെന്നാണ്. അതായത് കോടികൾ വാങ്ങി ഇത് വിറ്റ് എന്നിട്ട് ഇനി സാമ്പത്തികം നോക്കിയിട്ടേ തരത്തുള്ളതല്ലേ? അല്ല, ആ രീതിയിൽ അന്ന് നേരത്തെ അടിച്ചവർക്കൊക്കെ താമസിച്ചാൽ കിട്ടിയേക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞു. അതിനെപ്പറ്റി നമുക്ക് വലിയ അറിവില്ല. അവർ പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു വലിയ അറിവില്ല. നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ പണം സഹായിക്കാനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സ്വന്തം ആവശ്യത്തിന് എന്തെങ്കിലും മാറ്റി വെക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് ഇപ്പം ജീവിച്ച് പോകുന്ന രീതിയിലങ്ങ് ജീവിച്ച് പോകണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വലിയ ആഡംബരമായിട്ട് ജീവിച്ച് പോകണമെന്നല്ല. എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു 10, 70, 80 വയസ്സ് വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഏൽപ്പിച്ചാലോ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കൂടി വന്നാൽ 1 വർഷം, 1 ആണ്ട് നടത്തി കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മകളെല്ലാം ഇല്ല. നമ്മൾ അത്രയ്ക്ക് വലിയ ഫേമസ് ആൾക്കാരൊന്നും അല്ലല്ലോ. അന്നേരം നമ്മളിപ്പം ജീവിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അയൽത്തുകാർ എല്ലാവരും ഒരേ രീതിയിൽ സഹായം കിട്ടി പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലോട്ടറി എടുക്കാൻ കാരണം എന്താ? ലോട്ടറി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കിട്ടിയാൽ വലിയൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സഹായിക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ് തന്നെയായിരുന്നു. പിന്നെ നേരത്തെ എനിക്ക് ലോട്ടറി ഒരു നമ്പറിന് നഷ്ടപ്പെട്ടു പോയായിരുന്നു. കരുനാഗപ്പള്ളി ഒരു ലോട്ടറി അടിച്ചായിരുന്നു. തൃശ്ശൂർ സ്വദേശികൾക്ക് അടിച്ചത് ചുങ്കത്ത് ജ്വല്ലറി ജോലി ചെയ്ത്. ഇതിപ്പോൾ എനിക്ക് അടിച്ചത് കരുനാഗപ്പള്ളി താലൂക്കിൽ ആദ്യത്തെ ലോട്ടറിയാണ്. എനിക്ക് വലിയ ലോട്ടറി. അത് തിരുവോണ മെമ്പറായിരുന്നു. അന്ന് തൊട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വാശി എന്നുള്ള രീതിയിൽ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗ്യം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ഇത് അടിക്കുമെന്നുള്ളൊരു വൻ പ്രതീക്ഷകളുണ്ട്. അങ്ങനെ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയും, നീ ലോട്ടറി എടുക്കണം, നിനക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത്. ഇങ്ങനെ നിരന്തരം ചോദിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഈയാട്ടും വല്ലതും അടിച്ചായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് നിരന്തരം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിന് തോന്നി നമ്മളിൽ എന്തോ ഉണ്ടായിരുന്നത് അവർ ചോദിക്കുന്നത് എന്നുള്ളത് തോന്നി. ഞാൻ അടൂർ പോയി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ച് നോക്കും. അങ്ങനെ ഈ ആട്ടം കൊല്ലത്തുനിന്ന് ആദ്യമായിട്ട് എടുക്കണം. അങ്ങനെ ഈ ആട്ടം കൊല്ലത്തുനിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ നമ്പറിൻ്റെ ഒരു ക്രമം വരും. എന്ന് വെച്ചാൽ ആദ്യം ചിലപ്പം 10,000 തുടങ്ങുന്നത് വെച്ചാൽ 10 തുടങ്ങുന്ന നമ്പർ തിരുവനന്തപുരം, 20 തുടങ്ങുന്നത് കൊല്ലവും, അങ്ങനെ സ്റ്റെപ്പായിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എവിടെ എന്നുള്ളത് നമ്മൾ തൊട്ടടുത്തൊക്കെ അന്വേഷിക്കുമ്പോൾ അറിയാം നമുക്ക്. പിന്നെ 30 തുടങ്ങുന്ന നമ്പർ വേണമെങ്കിൽ ഒരു 2 ആഴ്ച കഴിയണം. ഇപ്പോൾ 80 തുടങ്ങുന്ന നമ്പറാണെങ്കിൽ അവസാന ആഴ്ചകളിൽ എടുക്കണം. ഇപ്പോൾ 94 വരെയുള്ള നമ്പറുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ചിലർ അവസാന നമ്പറുകളാണ് നോക്കുന്നത്. അവസാന 4 നമ്പർ പോലും ചെറിയ സമ്മാനങ്ങൾ നോക്കാം. ഞാൻ നോക്കുക സാധാരണ ആദ്യ നമ്പറാണ് നോക്കുന്നത്. ആദ്യ 6 നമ്പറിൽ ആദ്യത്തെ നമ്പറിലാണ് നമ്മൾ നോക്കുന്നത്, എവിടെ നിന്ന് പിടിക്കണമെന്നുള്ള നോക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം 25 ബുക്കോളം എടുത്ത് തരുമ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ ഹോൾസെയിലായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 വീലർ എടുക്കാനായാലും, മൊബൈൽ എടുക്കാനായാലും, TV എടുക്കാനായാലും, ഫ്രിഡ്ജൊക്കെ എടുക്കാനായാലും, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായാലും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മളെ വിളിച്ചിട്ട് ഏതെടുക്കണം, മൊബൈൽ ഏതെടുക്കണം. എന്നിട്ട് നമ്മൾ 3-4 ഓപ്ഷൻ, കാറായാലും എല്ലാം ഞാൻ ചോദിക്കും. എന്നിട്ട് നമ്മൾ 3-4 ഓപ്ഷൻ പറഞ്ഞു കൊടുക്കും.
പിന്നെ നമ്മൾ 2-3 വിളിച്ച് കഴിയുമ്പോൾ ഒരേ വിലഭാഗങ്ങൾ അറിയും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് പിന്നെയും ബാർഗെയിൻ ചെയ്തൊക്കെ എടുത്ത് കൊടുക്കും. എന്നിട്ട് ഇപ്പം തന്നെ ഇപ്പം ഈ കല്യാണത്തിന് കാർ എടുത്ത് കൊടുത്തത് എനിക്കൊരു കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞത് വേണ്ട, നേരെ ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് നമ്പർ പാസ്ബുക്കിൽ ഇട്ട് കൊടുക്കും. ഇത് ഇവർക്കൊക്കെ ഇതറിയാം. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഈ വീടുകളൊക്കെ ആയിട്ട് വലിയൊരു ബന്ധം ഉണ്ട്. എത്ര രൂപ ഇപ്പോൾ ലോട്ടറി എടുത്ത് മുടക്കിയിട്ടുണ്ടോ? എൻ്റെ ഇന്ന് ലോട്ടറി എടുത്തതിനകത്തൊന്നും നഷ്ടങ്ങൾ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് മിനിമം 50,000, 10,000, 5,000 ആ റേഞ്ചിൽ ഇങ്ങനെ എപ്പോഴും സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നഷ്ടങ്ങളുടെ കണക്കായിട്ട് വരുന്നിട്ടില്ല. ഒരിക്കലും ലോട്ടറി എടുത്തിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ 10 എടുക്കുവാണല്ലോ, 10 എടുക്കുമ്പോൾ ഏതിനെങ്കിലും ഒരെണ്ണത്തിന് പ്രൈസ് ഞാൻ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു നിരാശ വന്നിട്ട് പിന്നെ ചെറിയ ലോട്ടറികൾ ഞാൻ എടുക്കാറില്ല. എന്നിട്ട് ചെറിയ ലോട്ടറി എടുത്തിട്ട് ഒന്നും ചെയ്യാൻ ഇല്ല, ഫണ്ട് അതിനകത്ത് ഇല്ല എന്നുള്ള എല്ലാം ബമ്പറുകളാണ്. ആ ബമ്പറുകൾ മാത്രമായിരുന്നു എടുക്കുന്നത്. ബമ്പറുകൾ മാത്രമാണ് എടുത്ത് പരിശോധിക്കുന്നത്. ഇനി ലോട്ടറി എടുക്കും? ഇനിയും ലോട്ടറി എടുക്കും. അത് നമ്മൾ വലിയ അഡിക്റ്റായൊന്നുമല്ല. ഇത് ചെറിയ എമൗണ്ട് ഇതിന് വേണ്ടി അങ്ങ് അഡിക്റ്റൊന്നുമല്ല. ചിലത്തൊരു ജോലിക്ക് പോകുന്നതിനെ ലോട്ടറി എടുക്കാൻ വേണ്ടിയാണ്. ലോട്ടറി എടുക്കുക, 1000 രൂപയുടെ ജോലിക്ക് പോവുക, ലോട്ടറി എടുക്കുക, സെയിമായിട്ട് ബുക്കായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യം മദ്യപിക്കുക, പിറ്റേന്ന് ജോലിക്കുക. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അഡിക്റ്റ് ആവരുതെന്നാണ് പറയുന്നത്. ലോട്ടറി എടുക്കണം, ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്നതുകൊണ്ട് വിഷയങ്ങളില്ല. അഡിക്റ്റ് ആവരുത്, ഒരിക്കലും അഡിക്റ്റ് ആവാതെ ബമ്പറുകൾ മാത്രം എടുക്കാൻ 45 ദിവസം കൂടിയിരുന്നേ ഉള്ളൂ നറുക്കെടുപ്പ് വരുന്നത്. നമ്മൾ സിനിമയ്ക്ക് പോകുന്നതിൻ്റെ കൂട്ട് ഞാനങ്ങനെ സിനിമയ്ക്ക് ഒന്നും അങ്ങനെ പോകാറില്ല, സമയം പോകാറില്ല. മറ്റ് മദ്യപാനങ്ങളല്ല, നമ്മളൊന്നും അങ്ങനൊന്നും പൈസകൾ വേസ്റ്റ് ആവുന്നില്ല. പുറത്തുനിന്ന് ആഹാരങ്ങൾ കഴിക്കുന്നില്ല, വീട്ടിൽ തന്നെയാണ് കഴിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ലോട്ടറി എടുത്തെന്നും പറഞ്ഞു അതിനകത്ത് നഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ കേരള സർക്കാരിന് അതിന് ബെനിഫിറ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയും ലോട്ടറി ഇദ്ദേഹത്തിന് അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് ഇത്തവണത്തെ പൂജാ ബമ്പർ കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട് വാങ്ങും, അല്ലെങ്കിൽ കാറ് വാങ്ങും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങുമെന്ന് പറയുന്ന ആൾക്കാർക്കൊരു മാതൃകയാണ്. കാരണം ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള യാതൊരു ആഗ്രഹങ്ങളുമില്ല. ഇത് സഹായം നൽകുക എന്ന് മാത്രമാണ്. എനിക്ക് 2 കാറുണ്ട് ഓൾറെഡി, 2 ഇന്നോവ കാർ തന്നെ എനിക്കുണ്ട്. അത് തന്നെ നമ്മുടെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ വരുമ്പോൾ അവരാണ് യൂസ് ചെയ്യുന്നത്. അത് അവർ യൂസ് ചെയ്തിട്ട് എന്നാണെങ്കിൽ CC ഉണ്ടല്ലോ, ഇതിന് CC അടച്ചോട്ടെന്നും പറഞ്ഞ് ഒരു എമൗണ്ട് തരികയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കൊക്കെ വണ്ടി എടുത്തിടാൻ കഴിഞ്ഞിട്ടല്ല, അവർ ഫാമിലിയായിട്ടൊക്കെ ഗൾഫിലുള്ളവരാണ്. അവർ വരുന്ന സമയത്ത് അവർക്ക് വണ്ടി യൂസ് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കണ്ട, ഇവിടെ തന്നിട്ട് പോവുക. ഇപ്പോഴും അങ്ങനെ കൂട്ടുകാരൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എവിടെ പോയാലും നമ്മുടെ 2 വീലറിൽ തന്നെയാണ് കാറുള്ളത് പോകുന്നത്. തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ് ദിനേഷ് കുമാർ. എന്തായാലും എൻ്റെ നാട്ടുകാരനാണ് എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനം നൽകുന്നു. നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമ തന്നെയാണ്. ഈ തൊടിയൂരുകാർക്കും അഭിമാനിക്കാം. കരുനാഗപ്പള്ളിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം RP ന്യൂസ്, മറുനാടൻ TV.